നമസ്കാരം. ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു. ഈ മാസം ആദ്യം തന്നെ എംപ്ലോയർ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും ആന്റിസിപ്പേറ്ററി ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഫില്ല് ചെയ്ത് കൃത്യമായി TDS ഡിഡക്ട് ചെയ്ത് വേണം സാലറി കൊടുക്കുവാൻ. അതുപോലെ എംപ്ലോയീസും കൃത്യമായി ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഫില്ല് ചെയ്ത് നൽകിയെങ്കിൽ മാത്രമേ കൃത്യമായി TDS ഡിഡക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കറക്റ്റ് എമൗണ്ട് നൽകിയില്ല എങ്കിൽ TDS ഡിഡക്ട് ചെയ്യുന്നതിൽ വ്യത്യാസം വരികയും അതുമൂലം ഇൻട്രസ്റ്റും പെനാൽറ്റിയും വരാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം. പുതിയ സ്ലാബ് റേറ്റ് പ്രകാരം 4 ലക്ഷം രൂപ വരെ നികുതി വരികയില്ല. 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ 10%, 12 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെ 15%, 16 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ 20%, 20 മുതൽ 24 ലക്ഷം രൂപ വരെ 25%, 24 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30% ടാക്സ് നൽകേണ്ടതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ ഗ്രോസ് സാലറി 30 ലക്ഷം രൂപയാണ് എങ്കിൽ അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ കുറച്ചാൽ ആ വ്യക്തിയുടെ നെറ്റ് സാലറി ഇൻകം 29,25,000 രൂപയായിരിക്കും. ഇതിന്റെ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത് ആദ്യ 4 ലക്ഷം രൂപയ്ക്ക് നികുതി വരികയില്ല. പിന്നീടുള്ള 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ളതിന് 5% വെച്ച് 20,000 രൂപയും, 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ളതിന് 10% വെച്ച് 40,000 രൂപയും, 12 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെയുള്ളതിന് 15% വെച്ച് 60,000 രൂപയും, 16 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളതിന് 20% വെച്ച് 80,000 രൂപയും, 20 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരെയുള്ളതിന് 25% വെച്ച് 1 ലക്ഷം രൂപയും, 24 ലക്ഷത്തിന് മുകളിൽ ഉള്ള 5,27,000 രൂപയ്ക്ക് 30% വെച്ച് 1,57,500 രൂപയും വരും. ആ വ്യക്തിയുടെ ടോട്ടൽ ടാക്സ് 4,57,499 രൂപയായിരിക്കും. അതിന്റെ കൂടെ എഡ്യൂക്കേഷൻ സെസ് 4% കൂടി ആഡ് ചെയ്ത് ആ വ്യക്തി അടയ്ക്കേണ്ട ടാക്സ് 4,75,799 രൂപയായിരിക്കും. മറ്റൊരു ഉദാഹരണം നോക്കുകയാണ് എങ്കിൽ, ഒരു വ്യക്തിയുടെ ഗ്രോസ് സാലറി 11,80,000 രൂപയാണ് എങ്കിൽ അതിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് ആ വ്യക്തിയുടെ നെറ്റ് സാലറി ഇൻകം 11,05,000 രൂപയായിരിക്കും. 11,05,000 രൂപയുടെ ടാക്സ് കാൽക്കുലേഷൻ ആദ്യം 4 ലക്ഷം രൂപയ്ക്ക് നികുതിയില്ല. പിന്നീടുള്ള 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ളതിന് 5% വെച്ച് 20,000 രൂപയും, 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയുള്ളതിന് 10% വെച്ച് 30,500 രൂപയും. അങ്ങനെ ടോട്ടൽ ടാക്സ് 50,500. ഇവിടെ ടോട്ടൽ ടാക്സ് വരുന്നത് 50,500 രൂപയാണ്. ആ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 12 ലക്ഷം രൂപയിൽ താഴെ ആയതുകൊണ്ട് 87A റിബേറ്റ് ലഭ്യമാവുകയും നികുതിയൊന്നും അടയ്ക്കേണ്ടതായി വരുന്നതുമില്ല. ഇനിയും ഒരു വ്യക്തിയുടെ സാലറി 12,72,000 രൂപയാണ് എങ്കിൽ 12 ലക്ഷത്തിന് മുകളിലാണ് ഗ്രോസ് സാലറി എങ്കിലും 75,000 രൂപ ഡിഡക്ഷൻ കുറച്ച് നെറ്റ് സാലറി ഇൻകം 11,97,000 രൂപയാകും. നെറ്റ് ടാക്സബിൾ ഇൻകം 11,97,000 രൂപയായതുകൊണ്ട് ഈ വ്യക്തിക്കും റിബേറ്റ് ലഭ്യമാകുന്നതാണ്. ഈ കേസിന്റെ ടാക്സ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ പുതിയ സ്ലാബ് റേറ്റ് പ്രകാരം ഈ വ്യക്തിക്ക് 59,700 രൂപയാണ് ടാക്സ് വരുന്നത്. 87A റിബേറ്റ് പ്രകാരം 60,000 രൂപ വരെ ടാക്സ് എക്സംഷൻ ലഭ്യമാണ്. അതിനാൽ ഈ വ്യക്തിയും ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നില്ല. ഇനി ഒരു വ്യക്തിയുടെ സാലറി 13,20,000 രൂപയാണ് എങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ കുറച്ച് ടാക്സബിൾ ഇൻകം 12,40,000 രൂപയാകും. ഇവിടെ ടാക്സ് വരുന്നത് 66,750 രൂപയാണ്. ഈ കേസിൽ ആ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 12 ലക്ഷത്തിന് മുകളിലാണ്, ടാക്സ് 60,000 മുകളിലുമാണ്. എങ്കിലും ഈ വ്യക്തിക്ക് 87Aയിൽ മാർജിനൽ റിലീഫ് ലഭ്യമാകുന്നതാണ്. ടോട്ടൽ ടാക്സിൽ നിന്ന് റിലീഫ് ലഭ്യമാകുന്ന 21,750 രൂപ കുറച്ചാൽ 40,000 രൂപയാണ് ടാക്സ് വരുന്നത്. ഇതിന്റെ കൂടെ 4% സെസ്സും കൂടി ആഡ് ചെയ്ത് 46,800 രൂപയാണ് ടാക്സ് എമൗണ്ട് വരുന്നത്. ഈ കേസിൽ തന്നെ സാലറി ഇൻകത്തിന്റെ കൂടെ റെന്റ് റെസീഡ് 1 ലക്ഷം രൂപയും അതർ സോഴ്സസിൽ 30,000 രൂപയും ഉണ്ടെങ്കിൽ വരുന്ന മാറ്റം നോക്കാം. സാലറി ഇൻകം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ് 12,40,000 രൂപയും റെന്റ് റെസീഡിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ് 70,000 രൂപയും ആകും. ആ വ്യക്തിയുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം 13,40,000 രൂപയായിരിക്കും. ടോട്ടൽ ടാക്സ് എമൗണ്ട് 81,750 രൂപയാകും. ഇവിടെ റിബേറ്റോ റിലീഫോ ഒന്നും ലഭ്യമാകുന്നില്ല. സെസ് 4% കൂടി കൂട്ടി ആ വ്യക്തി 85,020 രൂപ
ടാക്സ് ആയി അടയ്ക്കേണ്ടി വരും. എല്ലാവർക്കുമുള്ളൊരു മേജർ ഡൗട്ടായിരിക്കും ഓൾഡ് ടാക്സ് റെജീമാണോ ന്യൂ ടാക്സ് റെജീമാണോ ബെനിഫിഷ്യൽ ആകുന്നത് എന്നത്. 12 ലക്ഷം രൂപ വരെ ഗ്രോസ് സാലറി ഉള്ള വ്യക്തിക്ക് ന്യൂ ടാക്സ് റെജീമായിരിക്കും ബെനിഫിഷ്യൽ ആകുന്നത്. 13 ലക്ഷം രൂപയാണ് ഗ്രോസ് സാലറി എങ്കിൽ ഓൾഡ് ടാക്സ് റെജീം ബെനിഫിഷ്യൽ ആകണമെങ്കിൽ മിനിമം 6,92,308 റുപ്പീസ് എങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ ഉണ്ടാകണം. ഇങ്ങനെ 25 ലാക്സ് വരെ ഗ്രോസ് സാലറിയുടെ കേസസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. 25 ലാക്സോ അതിൽ കൂടുതലോ ഗ്രോസ് സാലറി ഉള്ള ഒരു വ്യക്തിക്ക് ഓൾഡ് ടാക്സ് റെജീം ബെനിഫിഷ്യൽ ആകണമെങ്കിൽ മിനിമം 8 ലാക്സ് റുപ്പീസ് എങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ ഉണ്ടാകണം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സൽ ഷീറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതുപോലെ ഓൾഡ് ടാക്സ് ആണോ ന്യൂ ടാക്സ് റെജീമാണോ ബെനിഫിഷ്യൽ എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. താങ്ക് യു.